നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവിടെ വേറെ വനിതാ പോലീസുകാരൊന്നുമില്ലേ? ഒന്നല്ല, ഒന്നൊന്നര വനിതാ പോലീസ് ഉണ്ട്. വാ മോളെ, വാ. മിനിമോളെ, ഇതാണ് നമ്മുടെ പുതിയ വനിതാ CPO. മാധവൻ സാറിന്റെ മോളല്ലേ? അതെ, കക്ഷിയെ ഞാൻ മിനിമോളെ ഏൽപ്പിക്കുകയാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് സെറ്റാക്കണം. അത് ഞാൻ ഏറ്റു സാറേ. ഇപ്പൊ സമാധാനായല്ലോ? നടക്കട്ടെ. ഞാൻ മിനിമോൾ ഏപ്പി. മഞ്ജു മാധവൻ. ഈ നാട്ടുകാരിയാണോ? ശരിക്കും നാട് കൊല്ലമാണ്. ഇപ്പൊ ഇവിടെ വാടകയ്ക്കൊരു വീടെടുത്ത് താമസിക്കുക. മിനിമോള് ജോലിക്ക് കയറിയിട്ട് എത്ര കാലമായി? 1 കൊല്ലം ആവുന്നേ ഉള്ളൂ. ഞാൻ ജോയിൻ ചെയ്തപ്പോ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് മാധവൻ സാറായിരുന്നു. എന്തായാലും ഇപ്പൊ അദ്ദേഹത്തിന്റെ മകളെ സഹായിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ. സന്തോഷായി. അല്ല, മാധവൻ സാറിനൊരു മകനില്ലേ? അവനല്ലേ മൂത്തത്? ആ അതെ, മഹേഷ്. എന്നിട്ടെന്താ അവൻ ജോലിക്ക് കയറാത്ത? അവന് ജോലി വേണ്ടെന്ന് പറഞ്ഞു. ഇക്കാലത്തും അനിയത്തിമാരെ ഇത്രയും സ്നേഹിക്കുന്ന ആങ്ങളമാരുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കയ്യിൽ കിട്ടിയ ജോലി വേണ്ടെന്ന് പറഞ്ഞ് അനിയത്തിക്ക് കൊടുക്കണമെങ്കിൽ മഹേഷിന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരിക്കും അല്ലേ? ആ അതെ. മാധവൻ സാറിന്റെ മോള് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് നല്ല ആവേശമായിരുന്നു. എന്തിന്? മാധവൻ സാറ് പുലിയായിരുന്നില്ലേ? സാറുണ്ടായിരുന്നപ്പോ ഈ ഫ്രാൻസിസ് ഒന്നും തുറക്കത്തില്ലായിരുന്നു. തെറ്റ് ചെയ്യുന്നവരാരാണെങ്കിലും മാധവൻ സാറ് മുഖം നോക്കാതെ നടപടിയെടുക്കും. ഞങ്ങൾക്കൊക്കെ മാധവൻ സാർ ഉണ്ടായിരുന്നത് ഭയങ്കര ഒരു ധൈര്യമായിരുന്നു. മഞ്ജു, മാധവൻ സാറിന്റെ അല്ലേ ചോര? ആ ഗുണം കാണിക്കാതിരിക്കോ? പേടി എന്താണെന്ന് അറിയാത്ത പോലീസുകാരി ആയിരിക്കും അല്ലേ? എന്നാ ഞാൻ ചായ എടുക്കാം. എന്താ 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 പറ. അവിടെ ഈ പാറ്റ കണ്ടതിനാണോ നിലവിളിച്ചേ? എനിക്ക് പാറ്റ ഭയങ്കര പേടിയാ. വാ, ചായ കുടിക്കാം. ഇത്രയും പേടിയുള്ള ആളായിട്ടാണോ പോലീസ് ജോലിക്ക് വന്നത്? വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാ. എന്റെ വീട്ടിലെ അവസ്ഥയൊക്കെ അങ്ങനെയായിരുന്നു. എന്തായാലും ഈ സ്റ്റേഷനിൽ തന്നെ പോസ്റ്റിംഗ് കിട്ടിയത് നിന്റെ ഭാഗ്യ. ഇവിടെ എല്ലാവർക്കും നിന്നെ നന്നായി അറിയാലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അരവിന്ദാക്ഷൻ സാർ ഡീൽ ചെയ്തോളും. പിന്നെ ഇവിടെ എങ്ങനെ ഭാരിച്ച ജോലിയൊന്നും വരാറൊന്നുമില്ല. അല്ലറ ചില്ലറ മോഷണ കേസും കുടുംബവഴക്കൊക്കെ ഉണ്ടാവാറുള്ളൂ. പിന്നെ കാര്യമായി എന്തെങ്കിലും കേസ് വരണമെങ്കിൽ ഗിരി വിചാരിക്കണം. അവനൊരു ഇറക്കം ഇറങ്ങിയ പിന്നെ ഈ സ്റ്റേഷനിലുള്ളവർക്ക് 1 മാസത്തേക്കുള്ള പണിയാവും. നമ്മുടെ വനിതാ പോലീസുകാർക്ക് അപ്പോഴും സുഖം തന്നെയാ. നമ്മുടെ ലോകം ഈ അടുക്കളയാ. ഇവിടെ ചായയും കാപ്പിയും ഉണ്ടാക്കലായിരിക്കും നമ്മുടെ പ്രധാന പണി. ഭാരിച്ച ജോലികളെല്ലാം അരവിന്ദാക്ഷൻ സാറ് ആണുങ്ങളെ കൊണ്ടേ ചെയ്യിപ്പിക്കൂ. എങ്ങാനും വല്ല വനിതാ ക്രിമിനൽസിനെ കിട്ടിയാൽ മാത്രമേ നമ്മൾ ഇവരെ ഓർക്കൂ. അതുവരെ അവരുടെ കണ്ണിപ്പെടാതെ നടന്ന ഒരു പണി എടുക്കണ്ട. ഒരു പണിയെടുക്കാതെ ഇവിടെ ഇരുന്നാ ബോറടിക്കില്ലേ? എനിക്ക് ബോറൊന്നും അടിക്കില്ല. എനിക്കിതാ ഇഷ്ടം. അല്ലാതെ പുറത്തിറങ്ങി വെയിലുള്ളാൻ എനിക്ക് പിന്നെ വട്ടല്ലേ. എന്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. കറുത്തു പോയാലേ നല്ല ചെക്കന്മാരെ കിട്ടില്ല.
ഭയങ്കര സംസാരമുള്ള മിനിമോളെ. തീപ്പെട്ടി എടുക്കാൻ വന്നതാ. എന്താ? അല്ല, തീപ്പെട്ടി തിരിച്ചു വെക്കാൻ പറഞ്ഞതാ. അത് അവസാനത്തെയാണേ. ഇവിടെ എങ്ങനെ അടുക്കളയിൽ തന്നെ ഇരുന്നാ മതിയോ? ഡ്യൂട്ടിക്കൊന്നും പോണ്ടേ? ഞാനോ? അതെന്താ, ജോലി ചെയ്യാത്ത ശമ്പളം വാങ്ങാനാണോ പരിപാടി? രാവിലെ ജോലി കയറിയിട്ടേ ഇതുവരെ ഒന്നും ചെയ്തില്ല. ചായ കുടിച്ച് ഒപ്പിട്ട് പോകാനല്ല സർക്കാർ നിനക്ക് ശമ്പളം തന്നത്. മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവരെ പിടിക്കാനായിട്ടേ ഒരു ടീം പോകുന്നുണ്ട്. വേമന്ന് വണ്ടി കയറി. അത് നിങ്ങൾ മാത്രം പോയാ പോരെ സാറേ, ഞങ്ങൾ പെണ്ണുങ്ങൾ വരണമെന്നുണ്ടോ? വണ്ടി ഓടിക്കുന്നവരില്ലേ സ്ത്രീകളുണ്ട് മിനിമോളെ. അപ്പൊ അവരെ ചെക്ക് ചെയ്യാൻ വനിതാ പോലീസ് വേണ്ടേ? മിനിമോള് വരണമെന്നില്ല. മഞ്ജു ഉണ്ടല്ലോ. വേം വാ. യെസ് സർ. നീ സൂക്ഷിച്ചോ, അയാളൊരു ഞരമ്പ് രോഗിയാ. എന്തെങ്കിലും നമ്പർ ഇറക്കിയ അപ്പൊ തന്നെ അരവിന്ദാക്ഷൻ സാറിനെ വിളിച്ചു പറഞ്ഞാ മതി. മഞ്ജു. ആ ദാ വരുന്നു സർ. മഞ്ജു, തൊപ്പി എടുത്തിട്ട് പോ. ഓ താങ്ക്സ്. നിർത്തലോ. എന്താ സർ? ആ, വണ്ടി ഓടിച്ച ആളൊന്ന് ഊതിക്കോ സാറേ. അത് പിന്നെ സാറേ, ഇവന്മാര് കുടിച്ചിട്ടുണ്ട്. ഫൈൻ എഴുതി വിടട്ടെ? അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ ബിജുക്കുട്ടാ? മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് തെറ്റല്ലേ? അവരെ കൊണ്ടുപോവാ. ഇറങ്ങണ. വേണ. വാ വാ, കൊണ്ടുവാ. വാടാ ഇവിടെ. ഈ തെറ്റ് ഇവരിനി ആവർത്തിക്കാൻ പാടില്ല സാറേ. അപ്പൊ ഇതിന് തക്കതായ ശിക്ഷ കൊടുക്കണം. ഇങ്ങോട്ട് വാടാ. നിനക്കൊക്കെ ഹെൽമെറ്റ് വെക്കാണ്ട് കൂട്ടിച്ചിട്ട് വണ്ടി ഓടിക്കണോ അല്ലേ? ഇങ്ങോട്ട് വാടാ. നിനക്ക് ഹെൽമെറ്റ് വെക്കാൻ പറ്റില്ല അല്ലേ? ഇങ്ങോട്ട് വാടാ. നിനക്ക് ഹെൽമെറ്റ് വെക്കാൻ പറ്റില്ലല്ലേ? ഹെൽമെറ്റ് ഒക്കെ രാവിലെ ഇറങ്ങിക്കോളും. ഇനി ഇത് മേലിൽ ആവർത്തിക്കരുത്. ഇനി ഫൈൻ എഴുതിക്കോ. നടക്ക. വെറുതെ ഇവിടെ നോക്കിക്കാതെ ആ വണ്ടി പോയി ചെക്ക് ചെയ്യും.